ഈ ടോർച്ച് കൊണ്ട് ഈ നെഗറ്റീവിനുള്ളിൽ എന്താണെന്ന് അവൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ശേഖരമേനോൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ചേച്ചിയെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവൾ കാരണം ഞാനും ചേച്ചിയും വലിയ ആപത്തിലേക്കാണല്ലോ നീങ്ങുന്നത്. ഇതുടനെ ചേച്ചി അറിയിക്കണം. ഇതറിയുമ്പോൾ മിക്കവാറും ഇന്ന് തന്നെ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ അവളുടെ അന്ത്യം സംഭവിക്കും. നിങ്ങളെ തൈലം ഇവിടെ? അത് ഞാൻ നോക്കിയിട്ട് അവിടെ നിന്ന് കാണുന്നില്ലടാ. ഞാൻ പോയി എടുത്തിട്ട് വരാം. ആ വേണ്ട വേണ്ട, ഇനി തൈലം ഒന്നും വേണ്ട. അവൻ ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. വേദനയൊക്കെ ഏതാണ്ട് മാറി. നീ തടവി തന്നപ്പോ വലിയ ആശ്വാസമായി. ആ, ഇനി കുറച്ചു നേരം മുറിയിൽ പോയി റെസ്റ്റ് എടുത്താ ഞാൻ കംപ്ലീറ്റ് ഓക്കെ ആവും. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പ്രതാപ, ഒന്ന് പിടിച്ചേ. അമ്മേ, ഒന്നുമില്ലടാ. ആ പ്രതാപ, വാ പിടിച്ചേ. ആ ഇത്രയും എണ്ണ ഈ സ്റ്റെപ്പിൽ എങ്ങനെ വന്നു? അറിയില്ല. ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഇവിടെ തന്നെ വീഴും. അത് ഞാൻ ക്ലീൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം ഗാർഗി. വേണ്ട, നീ പോയി നിന്റെ കാര്യങ്ങൾ നോക്ക്. ചെല്ല്. പുറത്തു പോയ സമയത്ത് ആരോ ഇതിനുള്ളിൽ കയറിയിരിക്കുന്നു. പ്രഭാവതി അമ്മ ഹോളിൽ തെന്നി വീഴുന്നു. ഞാൻ ഹോളിലോട്ട് പോകുന്നു. അതിനിടയിൽ നെഗറ്റീവ് അപ്രത്യക്ഷമാകുന്നു. ഇതിലെന്തോ ആസൂത്രണം നടന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, എന്റെ മുമ്പില് ഇനി വെറുതെ അഭിനയൊന്നും വേണ്ട. നീ ആരാണെന്നുള്ള സത്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു.
പറയ, എന്തിനാ നിങ്ങൾ എന്നിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നത്? മോളെ, ഞാൻ വേണ്ട, ഒരു ന്യായീകരണവും നിങ്ങൾ ഇനി എന്നോട് പറയണ്ട. നിങ്ങളുടെ മുൻ ഭാര്യയല്ലേ പ്രഭാവതി അമ്മ? നിങ്ങളുടെ മകനല്ലേ വിപിൻ? നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നിങ്ങൾ അവനോട് മിണ്ടുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? മോൾ എന്തൊക്കെയായി പറയുന്നേ? ഇനിയും എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. നിങ്ങൾ എന്തിനാ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നിങ്ങളും പ്രഭാവതി അമ്മയും തമ്മിലുള്ള ശത്രുത എന്താ? അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പ്രഭാവതി അമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ? അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? നിഷേധിക്കണ്ട. പ്രഭാവതി അമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യ തന്നെയാ. നിങ്ങളും പ്രഭാവതി അമ്മയും തമ്മിലുള്ള വിവാഹ ഫോട്ടോ ഞാൻ കണ്ടു. അത് ഒരു വലിയ തെളിവാ. എന്താ നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? നിങ്ങൾക്കിടയിലെ വിശ്വാസത്തെ അത് നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതിനപ്പുറത്ത് ഒരു വാക്കുപോലും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. വേണ്ട, നിങ്ങളായിട്ട് പറയണ്ട. ഞാനായിട്ട് കണ്ടെത്തിക്കോളാം. ഇത്രയും എനിക്കറിയാൻ സാധിച്ചെങ്കിൽ ഇനിയും സത്യങ്ങൾ ഞാൻ അറിയും. ദേവമ്മയും ഉദയന്നൂരമ്മയും എന്നെ അതിന് സഹായിക്കും. പാർവതിക്ക് ഇതെല്ലാം അറിയാമെന്ന് പ്രഭാവതിക്ക് മനസ്സിലായ പ്രഭാവതി പാർവതിയെ ജീവനോടെ വച്ചേക്കില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും പ്രഭാവതിയിൽ നിന്നും പാർവതി രക്ഷിക്കണം. ചേച്ചി ഇപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പ്രതാപ, ആ നെഗറ്റീവ് അതെവിടുന്ന് അവൾക്ക് കിട്ടി? അത് എവിടുന്ന് കിട്ടിയെന്ന് അറിയണമെങ്കിൽ പാർവതിയോട് തന്നെ നേരിട്ട് ചോദിക്കണം. പക്ഷെ അത് നമുക്ക് രണ്ടുപേർക്കും ചോദിക്കാനും പറ്റില്ലല്ലോ. ആ നെഗറ്റീവ് എവിടുന്ന് നോക്കി കിട്ടിക്കോട്ടെ. പ്രതാപ, നീ ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നെന്നാ തോന്നുന്നത്. ചേച്ചി, പശുവും ചത്തു, മോരിലെ പുളിയും പോയി. നെഗറ്റീവ് നമ്മൾ കത്തിച്ചു കളഞ്ഞില്ലേ? ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? അതിന്റെ ചാരം പോലും ബാക്കിയില്ല. നെഗറ്റീവ് പാർവതിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത് നശിപ്പിച്ച സ്ഥിതിക്ക് ചേച്ചി എന്തിനിങ്ങനെ വെപ്പളപ്പെടുന്നേ? എടാ, നെഗറ്റീവ് കത്തിച്ചു കളഞ്ഞു, അത് ഓക്കെ. പക്ഷേ ആ നെഗറ്റീവിൽ എന്താണെന്ന് പാർവതി കണ്ടു കഴിഞ്ഞില്ലേ? തീർച്ചയായും അത് ചേച്ചിയും ശേഖരമേനനും തമ്മിലുള്ള വിവാഹ ഫോട്ടോയുടെ നെഗറ്റീവ് ആണെന്ന് അവൾ മനസ്സിലാക്കി കാണുന്ന ഉറപ്പാ. ആ നെഗറ്റീവിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ അവൾ അവിടെ ടോർച്ചും സംവിധാനമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമാണ്.
നെഗറ്റീവില് എന്നെയും ശേഖരമേനോനെയാണ് അവള് കണ്ടതെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. എന്തു കുഴപ്പം? ആ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചേച്ചിയുടെ ശേഖരമേനോന്റെയും വിവാഹത്തിന്റെ ഫോട്ടോയുടെ നെഗറ്റീവ് ആണെന്ന് അവക്ക് ആരെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റൂ? എടാ, അവൾക്ക് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ ആ നെഗറ്റീവ് ഒരു തെളിവായിട്ട് വേണമായിരിക്കാം. ഉം. പക്ഷെ വിശാലിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവൾക്ക് അതൊരു തെളിവായിട്ട് വേണോ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. തെളിവില്ലാതെ പാർവതി എങ്ങനെ വിശാലിനെ ബോധ്യപ്പെടുത്തുന്ന ചേച്ചി പറഞ്ഞു വരുന്നേ? എടാ, അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അതാണ്. പാർവതി കാഞ്ഞിരത്തിന്റെ കുരു അരച്ചിട്ട് അത് പാലിൽ ചേർത്തിട്ട് അമൃതാണ്, മധുരമേറിയതാണെന്ന് പറഞ്ഞ വിശാൽ ഒന്നും ചോദിക്കാതെ അത് വിശ്വസിച്ച് അമൃതാണെന്ന് കരുതി കുടിച്ചിറക്കും. നിനക്ക് പറഞ്ഞത് പിടികിട്ടിയോ? വിശാലിന് പാർവതിയെ അത്രമാത്രം വിശ്വാസമാണെന്ന്. അതുകൊണ്ട് ഞാൻ പ്രഭാവതി അമ്മയും ശേഖരമേനോനും വിവാഹിതരായി നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ നെഗറ്റീവ് കണ്ടെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് കാണാതെ തന്നെ അവനത് വിശ്വസിക്കും. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയായിരുന്നുവെന്ന് പാർവതി അവനെ ബോധ്യപ്പെടുത്തും. അങ്ങനെയൊക്കെ സംഭവിക്കോ? നിനക്കിപ്പോഴും സംശയമാണോ? എന്നാൽ എനിക്ക് സംശയമേ ഇല്ല. അവള് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ കണ്ണുവടച്ച അത് വിശ്വസിക്കും. എങ്കിൽ പിന്നെ അത് കുഴപ്പമാവുമല്ലോ. അതാ പ്രതാപ ഞാൻ പറഞ്ഞത്. അതോർത്തിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഉരുകുന്നത്. ശടാ, ആ നെഗറ്റീവ് അവർക്ക് കാണാൻ കണ്ട നേരം അതവക്ക് ഏത് നരകത്തിൽ നിന്നാണോ കിട്ടിയത്? ഇനി ചേച്ചിയുടെ മുറിയിൽ നിന്നല്ല അവൾ എടുത്താണോ? എടാ, എന്റെ കയ്യിൽ നെഗറ്റീവ്സ് ഒന്നും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് അവള് കണ്ടത് മാത്രമല്ല പ്രശ്നം. പിന്നെ 18 വർഷം മുമ്പ് നമ്മൾ മറച്ചു വെച്ച ഒരു കാര്യം നമ്മളെ കൂടാതെ ഇപ്പം മൂന്നാമതൊരാള് കൂടി അറിഞ്ഞിരിക്കുന്നു. ചേച്ചി, അവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേച്ചി അത് ചിന്തിക്ക്. ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയായിരുന്നു എന്ന സത്യം അറിയുന്ന ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പോ പാർവതി കൊല്ലണമെന്നാണ് ചേച്ചി പറയുന്നത്? പാർവതിയെ മാത്രമല്ല, സത്യം അറിയുന്ന ആരായാലും അവരെ അങ്ങ് തീർക്കണം. അതൊക്കെ നടപടിയുള്ള കാര്യമാണ് ചേച്ചി. അത് നടക്കണം. പാർവതി വഴി സത്യം വിശാൽ അറിഞ്ഞാൽ, അവനത് വിശ്വസിച്ചാൽ, അതിന്റെ പേരിൽ എന്നെ അവൻ സംശയിച്ചാൽ അവനെയും ഞാൻ കൊല്ലും. ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ വിശാലിനെയും ഞാൻ കൊല്ലും. ചേച്ചി ഒന്ന് പതുക്കെ പറ. പറഞ്ഞത് ഇവിടെ ആരെങ്കിലും കേട്ടാലേ ചേച്ചിക്ക് ആരും കൊല്ലേണ്ടി വരില്ല. ചേച്ചിയുടെ എന്റെ കാര്യത്തില് ഇന്ന് തന്നെ ഒരു തീരുമാനമാവും. പ്രതാപ, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയേ മതിയാവൂ. എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളും പണവും അധികാരവുമാണ്. അതിനുവേണ്ടി ഗായത്രിയെ കൊല്ലാമെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരു പേടിയില്ല, ഒരറപ്പുമില്ല. എന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. എന്താ, നിനക്ക് പേടിയാണോ? അതോ നിനക്ക് മടുത്തോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ എപ്പോഴും ചേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. എങ്കിലിനി ആദ്യം തീർക്കേണ്ടത് ആ പാർവതിയാണ്. അവളെ ഇനി അധിക നാൾ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചിരിക്കാൻ പാടില്ല. അപ്പോ വിപിന് അച്ഛനെ കുറിച്ച് തീരെ ഓർമ്മയില്ല അല്ലേ? ഇല്ല പാർവതി. അമ്മ അച്ഛനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ? ഏയ്, അതൊന്നും ചോദിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അച്ഛൻ ആരാന്ന് ചോദിച്ചാ അത് ഗോപിനാഥനാണ്. അങ്ങനെ പറയാൻ ശീലിപ്പിച്ച അമ്മ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഞങ്ങളും ദി ഗ്രേറ്റ് ഗോപിനാഥന്റെ മക്കളായി വളർന്നു.
വിപിന് അച്ഛന്റെ മുഖം ഓർമ്മയുണ്ടോ? അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുമ്പോൾ ഞാനന്ന് തീരെ കുഞ്ഞായിരുന്നില്ലേ പാർവതി. അതുകൊണ്ട് ആ മുഖം എനിക്ക് നേരെ ഓർമ്മയില്ല. അല്ല, പാർവതി എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? ആ, അതൊരു കാര്യമുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എന്താ കാര്യം ഇപ്പൊ പറയൂ പാർവതി. നമുക്ക് പിന്നീട് സംസാരിക്കാം. അവൾ എന്താ എന്നെ കണ്ട ഉടനെ പെട്ടെന്ന് എവിടുന്ന് പോയത്? നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? അതൊക്കെ നീ അറിയുന്ന എന്തിനാ? എനിക്കറിയണം. എനിക്കത് പറയാൻ മനസ്സില്ല. നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇവിടുന്ന് പോയേ. വിപിൻ സാറിന് പറയാൻ പ്രയാസമാണെങ്കിൽ ഞാൻ എന്റെ ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. പാർവതി, അതെ, ഇങ്ങോട്ടൊന്ന് നോക്കി. എന്താ? എന്താന്നോ? വിപിൻ സാറിനോട് എന്തായിരുന്നു സംസാരം? ഓ, അതോ? അത് ഞാൻ ചുമ്മാതെയോ? ദേ, എന്റെ മുമ്പിൽ ഉരുണ്ട് കളിക്കല്ലേ. എന്നെ കുറിച്ച് എന്തോ വേണ്ടാത്തത് വിപിൻ സാറിന്റെ ചെവിയിൽ ഓതി കൊടുക്കുമായിരുന്നു. അതാ എന്നെ കണ്ടപ്പോ തന്ത്രപരമായി അവിടുന്ന് മുങ്ങിയത്. പല്ലവി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പറയ്, എന്ത് അപവാദോ എന്റെ ഭർത്താവിന്റെ ചെവിയിൽ ഓതി കൊടുത്തത്? ഞാൻ നിന്നെക്കുറിച്ചൊന്നും വിപിനോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ ജീവിതം നശിപ്പിക്കുന്നോണ്ട് എന്ത് സന്തോഷം നിനക്ക് കിട്ടാൻ പോന്നേ? നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കോ? പല്ലവി, വെറുതെ ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. നീ വലിയ കുലസ്ത്രീ ഒന്നും ചമയാൻ ശ്രമിക്കണ്ട. പുറമെ എല്ലാവരുടെ മുന്നില് നീ കാണിക്കുന്ന ഭവ്യതയ സ്നേഹമൊന്നും നിന്റെ ഉള്ളിലില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്റെ കൂടപ്പിറപ്പാണെന്നോ നമ്മൾ ഒരേ രക്തമാണെന്നോ ഉള്ള എന്തെങ്കിലും സ്നേഹമോ പരിഗണനയോ നിനക്ക് എന്നോടുണ്ടോ? മോളെ, ഇല്ല. പല്ലവി, എന്റെ മുന്നിൽ നിന്ന് വെറുതെ അങ്ങ് പ്രസംഗിക്കും. നിന്റെ ജീവിതം നന്നായിട്ട് കാണാനാണ് പല്ലവി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. വെറും കള്ളത്തരം. നീ പറയുന്നതില് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? പല്ലവി, ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്. പിന്നെ ആത്മാർത്ഥത ഉണ്ടെങ്കിലേ എന്നെയും വിപിൻ സാറിനെയും ഒന്നിപ്പിക്കാനായി നീ ശ്രമിച്ചേനെ. നീ അതല്ലല്ലോ ചെയ്യുന്നത്. എന്നെ എന്റെ ഭർത്താവിനെയും വേർതിരിക്കാനല്ലേ നീ ശ്രമിക്കുന്നത്. നീ കാരണം വിപിൻ സാറിന്റെ മുഖാമുഖം കാണാൻ പോലും താല്പര്യം കാണിക്കാത്തത്. പല്ലവി, വെറുതെ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കരുത്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നീ കാരണം വിപിൻ സാറിനെ ഉപേക്ഷിച്ചിട്ട് പോയാ ഇവിടെ നിന്റെ മുമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. അങ്ങനെ ഞാൻ ചത്ത അതിന്റെ കുറ്റവും പാപവും മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെയാ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം, ഞാൻ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, എന്റെ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ച നിന്റെ ജീവിതം വേരോടെ ഞാൻ ഇല്ലാതാക്കും. ഓർത്തോ? മോളെ, പല്ലവി,
പറയണം. വിശാൽ സാറുമായി ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴി കണ്ടെത്തണം. അത് എത്രയും പെട്ടെന്ന് വേണം. വിശാൽ സാറാണ് നിന്റെ ശക്തി, അത് നീ ഓർമ്മിക്കണം. എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ എങ്ങനെയാ വിശാൽ സാറിനോട് തുറന്നു പറയുന്നത്? ആ രഹസ്യങ്ങൾ ഞാനായിട്ട് വിശാൽ സാറിനോട് വെളിപ്പെടുത്തിയ സാർ അത് വിശ്വസിക്കുമോ? ഇനി അഥവാ വിശ്വസിച്ചാൽ തന്നെ സാർ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? വളരെയേറെ ശ്രദ്ധയോടെ വേണം എല്ലാ വിവരങ്ങളും വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വിശാൽ സാറ് എന്നെയും തെറ്റിദ്ധരിക്കും. പാർവതി, വിശാൽ സാർ, നീ എന്തായി ആലോചിക്കുന്നേ? കണ്ടിട്ട് എന്തോ ഗൗരവമായ വിഷയം തോന്നല്ലോ. അതെ സാർ. എന്തു പറ്റി? പറയടോ, ഞാനും കൂടി അറിയട്ടെ. വിശാൽ സാർ, ഞാൻ ആലോചിക്കുന്നത് പ്രഭാവതി അമ്മയുടെ നേർക്ക് നടന്ന വധശ്രമങ്ങളെക്കുറിച്ചാണ്.